ഭാസ്കരൻ നീ കാര്യം പറയല്ല കാണിച്ചു തരാം. ഞാനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ഈ കാര്യം അറിയാം? ഈ രാമേന്ദ്രൻകാരൻ നാട്ടിലും വീട്ടിലും ജീവിക്കാൻ വയ്യാത്ത ഗതിയായല്ലോ. തലേവിധി. കറക്റ്റ്. അല്ലെങ്കിൽ അതിനകത്തുള്ള വിക്ടിമിന്റെ പേരെടുത്തോ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആരെങ്കിലും എന്തിന്റെങ്കിലും പുറകെ പോയി തൂങ്ങട്ടടാ. നമ്മുടെ തലേന്ന് പോട്ടടാ ഈ പണ്ടാരം. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. എന്താണോ തന്റെ വിചാരം? അങ്ങനെ എനിക്കൊരു വിഷമം പറയാനുണ്ട്. മുതലാളി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു അവസ്ഥയിൽ ഏത് ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിലും വിഷമിക്കും ഇല്ലേ? എന്നിട്ട് അവരുടെ ഒരു ചാനലിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങള് മുഖത്ത് കരിവാരി തേച്ച് എല്ലാരും കൂടെ പിടിച്ചു കെട്ടിക്കൊണ്ട് നിർബന്ധിച്ചായി ഗതിയിലാക്കിയത്. 6 ജഡ്ജസ് ഇത് കാണിച്ച് ചോദിച്ചിരുന്നെങ്കിൽ അത് കോൺട്രവേഴ്സി ആയനെ. അത് വേണമെന്ന് അവര് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലുണ്ടോ? ഒരു സ്ത്രീ എന്ന നിലക്ക്, ഒരു ജഡ്ജസ് എന്ന നിലക്ക് ആ രീതിയിലെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പാടില്ല. ഞാൻ അത് കളിയാക്കി ചോദിച്ചതാണ്. നിനക്ക് പൊലകുളിയും തമാശയില്ലോടാ. ഒരുമാതിരി ചെറ്റ വർത്താനം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കരുത്. അതിനെ എടുത്ത് വേറെ രീതിയിൽ ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടാണ് അത് കോൺട്രവേഴ്സി ക്വസ്റ്റ്യൻ ആണ്. അത് ഓർഗനൈസേഴ്സ് മതി എടാ കിടന്ന് ഉരുളാതെ. 21 ക്വസ്റ്റ്യനെ തന്നിട്ടുള്ളൂ. അതിനകത്ത് 21 കണ്ടസ്റ്റൻസ് ഉണ്ട്. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ലാസ്റ്റ് മിനിറ്റ് ആണ് ചോദിക്കില്ലായിരുന്നു. ഷോ കണ്ടിട്ടുണ്ടായിരുന്നു. ഫാഷൻ ഷോയിലൊക്കെ നേരിട്ടുള്ള ക്വസ്റ്റ്യൻ റൗണ്ട് വരുമ്പോ ഞാൻ ചോദിച്ചു. എന്നിട്ടും ഞാൻ ചോദിച്ചു. പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. ഞാൻ ചോദിക്കട്ടെ, ഈ ചോദ്യത്തില് ഈ പറഞ്ഞ പോലെ രണ്ടുപേരും സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ട് ഗട്ട്സോട് കൂടി പറയാം എനിക്ക് ഈ നടിനെയാണ് ഇഷ്ടം ബിക്കോസ് അവർ ഈ ക്യാരക്ടേഴ്സ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. പഴയ ലാത്തിയടി തന്നെ. നിനക്ക് ഈ വാചകം ഒന്ന് കുറച്ചാലെന്താ? ഈ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പൊ അത് എടുത്ത് മാറ്റേണ്ടിയിരുന്ന ഓർഗനൈസേഴ്സിന്റെ തെറ്റാണ്. ഇനിയും വേണോ തെളിവുകൾ? ഫോളോ മീ. പക്ഷെ ഉറപ്പിച്ച് പറയാം, ഈ ക്വസ്റ്റ്യൻസ് നേരത്തെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വെറുതെ കിടന്ന് ഉരുളാദാശനെ തോന്നിയത്. പിന്നെ ഈ പറഞ്ഞില്ലേ, ചേച്ചിക്ക് ഇപ്പോഴും ഉറപ്പില്ല, ഷുവാരിറ്റി ഇല്ല. എനിക്ക് ഒരിക്കലും എനിക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യം പറയാൻ പറ്റില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, പറയണ്ട. എന്നാ ഇറങ്ങട്ടെ. ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ്വ